മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്കറിയാം. പുണ്യഭൂമി ദിനപത്രം സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയ പത്രമാണ് പുണ്യഭൂമി എന്നത്. ഒരു കാലത്ത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്ന ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് സ്വാമി സത്യാനന്ദ സരസ്വതിയും അദ്ദേഹം നേതൃത്വം നൽകിയ മൂവ്മെൻറ്റുകളുമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഹിന്ദുത്വ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടങ്ങിയ പത്രമാണ് പുണ്യഭൂമി എന്നുള്ളത്. എന്നാൽ ആ പുണ്യഭൂമിയുടെ പേരിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് ചാനൽ വ്യാജമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ചേങ്കോട്ടുകോണത്തെ ശ്രീരാമദാസ മിഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് ആശ്രമം. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പരിശോധിക്കാം. ശ്രീനന്ദയാണ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഒരു കാലത്ത് ഹിന്ദുത്വ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തിയ വ്യക്തിത്വമാണ് സ്വാമി സത്യാനന്ദ സരസ്വതി. അദ്ദേഹം തുടങ്ങിവെച്ച പുണ്യഭൂമി പത്രത്തിൻ്റെ പേരിൽ ഇപ്പോൾ മറ്റൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനൽ പ്രവർത്തിക്കുക കാരണം. ഗൗതം, കഴിഞ്ഞ കുറേ നാളുകളായി ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി പുണ്യഭൂമിയുടെ പേരിൽ ഒരു ഓൺലൈൻ ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സുരേഷ് ഇടവണ്ണ എന്നൊരു വ്യക്തിയാണ് ഇതിന് അഡ്മിനായിട്ട് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. നിരന്തരമായി ഇത്തരം ഈ ചാനലിൽ നിന്നുള്ള അതിൻ്റെ ലോഗോയും എല്ലാം ചേങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ മിഷൻ്റെ പേരിൽ തന്നെയാണ് നടത്തുന്നത്. എന്നാൽ മിഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ഈ സുരേഷ് ഇടവണ്ണ എന്ന് പറയുന്ന ആൾ. ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മിഷൻ ഇയാളുമായി ബന്ധപ്പെടുകയും ഈ ചാനൽ നീക്കം ചെയ്യണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിൽ അത് കൂട്ടാക്കാൻ തയ്യാറായില്ല. വീണ്ടും ചാനലുമായി മുന്നോട്ട് പോവുകയും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇത് പോലീസ് കേസ് നൽകിക്കൊണ്ട് നിയമ നടപടിക്കാണ് ഈ ശ്രീരാമദാസ മിഷൻ തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, മിഷൻ പറയുന്നത് ഈ ചാനൽ ശ്രീരാമദാസ മിഷനുമായിട്ടോ അല്ലെങ്കിൽ മിഷൻ പ്രസ്ഥാനങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഭക്തജനങ്ങളായിട്ടുള്ളവർ അതിൽ ഈ ചതിർക്കുഴിയിൽ വീഴരുത് എന്നാണ് ശ്രീരാമദാസ മിഷൻ പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചാനലിൻ്റെ പ്രവർത്തനം നിലനിൽക്കുന്നുണ്ട്. അതിൽ ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ചില ഹൈന്ദവ സംഘടനകൾക്കെതിരെ തന്നെ വാർത്തകൾ ഇടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി തന്നെയാണ് മിഷനും രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പുണ്യഭൂമി എന്ന് പറയുന്നത് സത്യാനന്ദ സരസ്വതി സ്വാമിജികൾ സ്ഥാപിച്ച ആ പത്രമാണ്. ആ പത്രം കുറേ നാൾ വലിയ രീതിയിൽ പ്രചാരത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ഈ ഓൺലൈൻ ആയി വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേ ഓൺലൈൻ മാധ്യമങ്ങളായി വരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ മിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിഷനെ വീണ്ടും ഒരു പുനരുജ്ജീവീകരിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് മിഷൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ വ്യാജൻ എന്ന നിലയിൽ പുണ്യഭൂമിയുടെ പേരിൽ മറ്റൊരാളൊരു ഓൺലൈൻ ചാനൽ തുടങ്ങുന്നത്, അത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്തരത്തിൽ മിഷൻ പ്രവർത്തനങ്ങളടക്കമാണ് അവിടെയും ഈ പറയുന്ന സുരേഷ് ഇടവണ്ണ എന്ന് പറയുന്ന ആളുടെ പുണ്യഭൂമി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ മിഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ മിഷൻ്റെ കാര്യങ്ങളെല്ലാം അതിലൂടെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ചേങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷനും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് നിയമ നടപടികളുമായിട്ട് പുണ്യഭൂമി എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ അതൊരു തീവ്ര ദേശീയ സ്വഭാവമുള്ള പത്രമായിരുന്നു. അതിൻ്റെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നുണ്ട്. അപ്പോൾ അത് ദേശീയ ബോധമുണ്ടാക്കുന്ന, ഹൈന്ദവ ബോധമുണ്ടാക്കുന്ന ഒരു ഓൺലൈനായി സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒന്നാണ്. അതേ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന ഫേസ്ബുക്ക് പേജാകട്ടെ ഹൈന്ദവ സംഘടനകൾക്കെതിരായും ഹിന്ദുത്വ ദേശീയതയ്ക്ക് വിരുദ്ധമായുമുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? നിലവിൽ ഓൺലൈൻ ചാനലിൻ്റെ പ്രവർത്തനം ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകൾക്കെതിരെ അതിൽ പോസ്റ്റ് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയൊക്കെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിനെ മറ്റൊരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ഒരു ഭക്തരായിട്ടുള്ള നോക്കുമ്പോൾ അത് ചേങ്കോട്ടുകോണം ആശ്രമം വിമർശിക്കുന്നു എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്ന നിലയിലേക്കൊക്കെ എത്തും. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ വരുന്ന ചില പരാമർശങ്ങൾ, ചില വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പോസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയാണ് മഠം ഈ ചാനലിനെതിരെ രംഗത്ത് വന്നത്. സുരേഷ് ഇടവണ്ണയുമായി സംസാരിക്കുകയും ഇത് മഠവുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ മഠത്തിൻ്റെ ലോഗോയോ അല്ലെങ്കിൽ പുണ്യഭൂമി പത്രത്തിൽ സത്യാനന്ദ സരസ്വതി സ്ഥാപിച്ച ആ പേരും ലോഗോയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് അദ്ദേഹം കൂട്ടാക്കിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതോടുകൂടിയാണ് നിയമ നടപടികൾ ആരംഭിക്കുന്നത്, അതുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ചേങ്കോട്ടുകോണം ആശ്രമം ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈ ചാനലുമായി
മഠത്തിനോ അല്ലെങ്കിൽ അതായത് ഈ ശ്രീരാമദാസ മിഷനോ മിഷൻ്റെ മറ്റ് സംഘടനകൾക്കോ അല്ലെങ്കിൽ മിഷൻ സ്ഥാപനങ്ങൾക്കോ യാതൊരുവിധ ബന്ധവുമില്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഭക്തർ അതിൽ എത്തിച്ചേരരുത് എന്നൊരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് കൂടി മിഷൻ നൽകിയിട്ടുണ്ട്. എന്തായാലും മിഷൻ്റെ അധ്യക്ഷൻ്റെ പ്രതികരണം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്യണം എന്നതാണ് മിഷൻ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ കൂടുതൽ കേസ് ആയി ബന്ധപ്പെട്ട നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കും, നഷ്ടപരിഹാരമടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമാക്കാനും മിഷൻ തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പുണ്യഭൂമിയുടെ പേരൊരു വ്യാജ ഓൺലൈൻ പേജാണ് ഇപ്പോൾ ഉള്ളത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലും. അത് നിരവധി പേർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ട് എന്നാണ് അത് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പുണ്യഭൂമി തന്നെ പോസ്റ്റുകൾ വളരെ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ, തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഇടയാക്കും. അതുകൊണ്ട് തന്നെയാണ് മിഷനും കർശനമായ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഗൗതം. ഓക്കെ പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പുണ്യഭൂമി പത്രത്തിൻ്റെ പേരിലൊരു വ്യാജ ഐഡിയിൽ ഒരു ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീരാമദാസ മിഷൻ പരാതി നൽകിയിരിക്കുകയാണ്. ഇനി